വരൂ പ്രഭാതാർക്കരശ്മി പോലെ കാടിറങ്ങി മേടിറങ്ങി നാട് ചുറ്റി ഈ വിഹായസിൽ പാറുവാൻ ഉണരു നീ വിടരു നീ തെളിയു നീ ഉയരു നീ വളരു നീ നാളെ 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 പുതിയ നിറവുമായി. ചിത്രത്തിൻ്റെ സംവിധാനം ശ്രീകാന്ത് മുരളി, ഒപ്പം ചിത്രത്തിൽ അഭിനയിച്ച വിനീത കോശി. രണ്ടുപേർക്കും സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. നമുക്ക് സംവിധാനത്തിൽ നിന്നും തുടങ്ങാം. ശ്രീകാന്ത് മുരളി, ഒരു ഫീൽ ഗുഡ് മൂവി എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. തിയേറ്ററിൽ എത്രത്തോളം പ്രതീക്ഷയ്ക്കത്ത് ചിത്രം ഇപ്പോൾ എത്തുന്നുണ്ടോ അല്ലേ? തീർച്ചയായിട്ടും എല്ലാ തിയേറ്ററുകളും എത്തുന്നുണ്ട്. ഏതാണ്ട് 108ഓളം സെൻറ്ററുകളുണ്ട്. അവിടെ എല്ലായിടത്തും നല്ലപോലെ നല്ല റീച്ചുണ്ട്. ജനങ്ങളെല്ലാം ധാരാളം അഭിപ്രായം പറയുന്നുണ്ട്. വളരെ നല്ല അഭിപ്രായമാണ് എല്ലായിടത്തും കിട്ടുന്നത്. പറഞ്ഞതുപോലെ ഫീൽ ഗുഡ് എന്ന സിനിമയൊക്കെ കൂടുതൽ ഒരു മോട്ടിവേഷണൽ ഇൻസ്പിറേഷണൽ മൂവി എന്നാണ് എല്ലാവരും ആ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുവെന്നും മനസ്സ് നിറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ സന്തോഷം അത് കേൾക്കുമ്പോൾ. ചിത്രത്തിൻ്റെ പ്രമേയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു യഥാർത്ഥ സംഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ നിന്നാണോ ചിത്രം ഇങ്ങനെ ഒരു തിരക്കഥയിലേക്ക് എത്തുന്നത്? ധാരാളം റിസർച്ച് ചെയ്ത് ധാരാളം അന്വേഷണം നടത്തിയതിനു ശേഷമാണ് സന്തോഷ് ചിക്കാനവും ഞാനും കൂടി ചേർന്ന് ഇതിൻ്റെ തിരക്കഥയുടെ പ്ലോട്ട് തയ്യാറാക്കുന്നത്. ഇതിന് നമ്മളെല്ലാവരുമായും ബന്ധപ്പെടുന്നുണ്ട്. എബി ഒരാളല്ല, ഒരു വ്യക്തിയല്ല, നമ്മളെല്ലാവരുമാണ്. വിനീത എബിയുടെ അമ്മയുടെ റോളാണ്, എബിയുടെ കുട്ടിക്കാലത്തിലെ അമ്മയുടെ റോളാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യമേ. അപ്പോൾ അതിനകത്ത് ഞാനൊരു മദേഴ്സ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രീകാന്തേട്ടൻ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആദ്യമേ എനിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു. കാരണം ഈ ഒരു റോളാണ്, പ്ലസ് സുധീർ കരമനയുടെ ഓപ്പോസിറ്റായിട്ടാണ്. അപ്പോൾ അത്രയും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയെന്ന് പറയുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ശ്രീകാന്തേട്ടൻ ഈ റോൾ എക്സ്പ്ലെയിൻ ചെയ്ത് സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് ബ്രീഫായിട്ട് പറഞ്ഞപ്പോൾ എനിക്കത് നോ പറയാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് നന്നായിട്ട് ഡീറ്റെയിൽഡായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് ആ ക്യാരക്ടറിലൂടെ പോകാൻ പറ്റി, ആ സീൻസിലൂടെ ഇങ്ങനെ പോകാൻ പറ്റി. അപ്പോൾ എനിക്ക് നോ പറയാൻ തോന്നിയില്ല. കുഞ്ഞെബി അതിമിടുക്കനായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ആ ലൊക്കേഷനിലെയും അതുപോലെ തന്നെ ഒപ്പം വിനീത് ശ്രീനിവാസനായിട്ടുള്ള അഭിനയം ഒക്കെ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം. വിനീത് ശ്രീനിവാസനായിട്ട് എനിക്ക് കോമ്പോ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വിനീതേട്ടനെ ഞാൻ 2-3 തവണ സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ എപ്പോഴും വസുദേവ് തന്നെയായിരുന്നു, ആ കുട്ടിയായിരുന്നു അഭിനയിച്ചിരുന്നത്. അപ്പോൾ ആദ്യമേ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പിള്ളേരുമായിട്ട് ഹാൻഡിൽ ചെയ്ത് പരിചയമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നു വരുമ്പോൾ, ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർ തന്നെ പറയുമായിരുന്നു, ഇത് നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മയും മോനും പോലെ തന്നെ ഉണ്ട്. ലൈക്ക് ഞങ്ങളുടെ ഫേസും എനിക്ക് തോന്നുന്നു കുറച്ച് മാച്ചിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പറയുമായിരുന്നു. ശ്രീകാന്ത്, ഒപ്പം തന്നെ ഇപ്പോൾ ഒരു നടനെന്ന നിലയിൽ വിനീതിന് അങ്ങേയറ്റം വെല്ലുവിളി ഉയർത്തിയ ഒരു വേഷമായി ആണ് എബി. കാരണം ഇതുവരെ വിനീത് ചെയ്തു വന്ന വേഷങ്ങൾ കുറച്ചും കൂടി വളരെ നാച്ചുറലായിട്ട് വിനീതിന് എൻ്റെ ബിഹേവിയറിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റോളായിരുന്നെങ്കിൽ ഇതിൽ പ്രത്യേക തരത്തിലുള്ള മാനറിസം അതുപോലെ തന്നെ രീതികൾ ഒക്കെ വേണ്ടി വന്നത്. അപ്പോൾ അതിൽ ഒരു ഡയറക്ടർ എന്ന നിലയിൽ വിനീതിനെ എങ്ങനെ വിലയിരുത്തുന്നു പെർഫോമൻസിൽ? വിനീത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ശരിക്കും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ എക്സൈറ്റഡുമാണ്. ശരിയാണ് പറഞ്ഞത്. ഇതിന് ഒരു വിനീത് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളുടെ ഇതുവരെ ചെയ്ത പെർഫോമൻസിൽ ചാപ്പാ കുരിശ് എന്ന ഒരു സിനിമ മാത്രമാണ് വിനീതിൻ്റെ സ്വത്വത്തിൽ നിന്ന് കുറച്ച് മാറി നിന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് വിനീത് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ അതിനുശേഷം ചെയ്യുന്നൊരു സിനിമയാണെന്നുള്ള ബോധ്യം വിനീതിനും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ ടൈം മുതൽ വിനീത് ഇതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഈ ക്യാരക്ടർ എങ്ങനെ സംസാരിക്കും, എങ്ങനെ നടക്കും, എങ്ങനെ ചിരിക്കും, ചിരിക്കുമോ,
എവിടെയായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടാവാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ഡിസ്കഷൻസിലുണ്ടായിരുന്നു. ആൻഡ് ഏതാണ്ട് ഒരു 6 monthsോളം 6-7 മാസത്തോളം വിനീത് ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വിനീതിൻ്റെ കഥാപാത്രം വിനീതിനെ കാണാതെ എബിയെയാണ് ഞങ്ങൾ കണ്ടത് എന്നാണ് റിപ്പോർട്ടുകളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ സംഭവിച്ചെങ്കിൽ അതിൻ്റെ കാരണം അതാണ്. തീർച്ചയായും. ഒപ്പം തന്നെ വിനീതിനോടൊപ്പം തന്നെ ഒരു വലിയ താരനിരയുണ്ട്. സുധീർ കരമന അടക്കമുള്ള ഒട്ടേറെ താരനിരകൾ, അവരെയൊക്കെ പ്രകടനം. കാരണം വിനീത് എന്നുള്ള വളരെ എന്താ പറയുക എപ്പോഴും പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവ്, അത് ചെറുതു മുതൽ വലുപ്പത്തിലും അതേ ഒരു സ്വഭാവം തുടരുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവരും അവരോടൊപ്പം അഭിനയിക്കുന്നത്, അതിൻ്റെയൊക്കെ ഒരു വിശദീകരണം. വളരെ ശരിയായ കാര്യമാണ് പറഞ്ഞത്. ഇതൊരു എനിക്ക് തോന്നുന്നില്ല ഈ തരത്തിലൊരു കഥ പറച്ചിലിൻ്റെ രീതി നമുക്ക് മറ്റ് സിനിമകൾക്ക് ഈ തരത്തിൽ ഉള്ളൊരു കഥ പറച്ചിലിൻ്റെ രീതി അവലംബിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു സെൻട്രിക് ക്യാരക്ടറിനെ വെച്ചിട്ട് അദ്ദേഹത്തിന് ചുറ്റിനും നിൽക്കുന്ന കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു തിരക്കഥാ രചന നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനുതകുന്നവരെയാണ് ആദ്യം, ഇപ്പോൾ തിരക്കഥയാണ് ആദ്യം ഉണ്ടായത്. ദെൻ അതിനുശേഷം അതിന് പറ്റുന്ന കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലായിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് വിനീത ഘോഷിയെ പോലെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. സ്ഥിരം മുഖങ്ങൾ വേണ്ട എന്നും വളരെ ഫ്രഷ് ആയിട്ടുള്ള പെർഫോമൻസ് വേണ്ടെന്നൊക്കെയുള്ള തീരുമാനത്തിലൂടെ തന്നെയാണ് ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങിയത്. അവിടെയാണ് സുധീർ കരമനയും ഹരീഷ് പേരടിയും ദിലീഷ് പോതനെ പോലെയൊക്കെയുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയത്. തിരക്കഥയുടെ സമയത്ത് ഞാനും സന്തോഷ് ചിക്കാനവും വിനീതും ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. നമ്മളൊരു സെക്കൻഡ് ഡ്രാഫ്റ്റ്, തേർഡ് ഡ്രാഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം വിനീതിൻ്റെ ഒപ്പം ഉള്ളൊരു വളരെ കൃത്യമായിട്ടുള്ള ഇരിപ്പുണ്ടായിരുന്നു. നല്ല രസമുള്ള ഡിസ്കഷൻ സെഷൻ ഉണ്ടായിരുന്നു. വിനീത് ഒരു നടൻ മാത്രമല്ലല്ലോ, ഒരു സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, പാട്ടുകാരനാണ്, വളരെ ക്ലവറായിട്ടുള്ളൊരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും വിനീതുമായി ഡിസ്കസ് ചെയ്തിരുന്നു. ആ കൂടെ തന്നെ ഈ പറയുന്ന കഥാപാത്രങ്ങൾ, അപ്പോൾ ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഇപ്പോൾ സുധീർ കരമന ആയാലും ഹരീഷ് പേരടി ആയാലും ഇവരെല്ലാവരും ആ ലൊക്കേഷനിൽ വിനീതിൻ്റെ എബി എന്ന കഥാപാത്രത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയും പെർഫോമൻസ് കണ്ടിട്ട് വിനീതുമായി ഡിസ്കസ് ചെയ്യുകയും പെർഫോമൻസിൽ വേണ്ട ചേഞ്ചസ് വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എബി എന്ന് പറയുന്ന സിനിമയിലെ എബിയുടെ ഓരോ കാലഘട്ടത്തിലും 4 കാലഘട്ടങ്ങളിൽ ഓരോ കാലഘട്ടത്തിലെയും കഥാപാത്രത്തിലെ ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്ത്, ആ ക്യാരക്ടറിൻ്റെ ഗ്രാഫ് വളരെ കൃത്യമായി വന്നെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പോകുന്നത് ഇതിൽ കൂടെ അഭിനയിച്ച ആൾക്കാർക്ക് കൂടിയാണ്. അവർ കൂടി സജസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ സജഷൻസ്. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന നടനെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സിനിമകളുടെ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ എബി എന്ന സിനിമയിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, എന്നാൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു സ്വഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ വളരെ രസമുള്ളൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആ സിനിമ കാണുമ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാവും. എല്ലാവരും എബിയുടെ കഥാപാത്രത്തിൻ്റെ പെർഫോമൻസിൽ ഇൻവോൾവ് ആയിരുന്നു. ഇപ്പോൾ ശ്രീകാന്ത് തുടക്കത്തിൽ ഈ അഭിമുഖത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഒരുപാട് റിസർച്ച് നടത്തിയിരുന്നു ഇപ്പോൾ തിരക്കഥാകൃത്തായ സന്തോഷ് ചിക്കനുമായി ചേർന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ ഇപ്പോൾ എബിയുടെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഈ ഓട്ടിസം എന്ന ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു സ്റ്റേറ്റിനെ, ആ ഒരു അവസ്ഥയെ ഇതിലേക്ക് കൊണ്ടുവരിക, അതിനു വേണ്ടിയിട്ട് ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺസൾട്ടൻസി സ്വീകരിച്ചിരുന്നോ? അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് വിശദമാക്കാമോ? ഈ ക്യാരക്ടർ എന്തുകൊണ്ട് ഇങ്ങനെയായി, അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു റീസൺ? ഞാൻ ഈ കഥാപാത്രത്തെ ഒരിക്കലും ഓട്ടിസം ഉള്ള ഒരു പയ്യനായിട്ടല്ല കണ്ടത്. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ അഗ്രസീവായിരിക്കും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആദ്യം എഴുതി വെച്ചത്. അതിനുശേഷം അതിൻ്റെ ഈ പറയുന്ന ക്ലിനിക്കലായിട്ടുള്ള, മെഡിക്കലായിട്ടുള്ള, സയൻറ്റിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്സിലേക്ക് പിന്നീട് പോവുകയാണ് ചെയ്തത്. അത് ശരിക്കും ആഴത്തിൽ പഠിക്കുകയും ചെയ്തു നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം വല്ലാത്ത ഒരു എക്സ്പ്രഷൻസിലൊന്നും വല്ലാത്ത ചേഞ്ചസ് ഒന്നുമില്ല. സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രം സംസാരിക്കുന്നവരുണ്ട്, നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഇതുപോലെ വളരെ പെട്ടെന്ന് ഓട്ടിസം തുടങ്ങിയിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ മാറ്റിയെടുത്താൻ നമ്മൾ ശ്രമിക്കുക. നമ്മളുടെ ഉള്ളിലൊക്കെ ഉണ്ട് ഈ രീതിയിലുള്ള ചില എക്സെൻട്രിസിറ്റീസ്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുമാത്രമാണ് ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത. അല്ലാതെ ഈ കഥാപാത്രത്തിന് ഓട്ടിസം എന്നൊക്കെ ഞാനിതുവരെ ഓട്ടിസം എന്ന് പറഞ്ഞിട്ടില്ല, സന്തോഷം പറഞ്ഞിട്ടില്ല ഓട്ടിസം ഈ കുട്ടിക്കുണ്ടെന്ന്. അപ്പോൾ ഇത് ഓക്കെ, എനിവേയ്സ് ആൾക്കാർക്ക് മനസ്സിലാവാൻ എളുപ്പമുള്ള ഒരു വാക്കാണെന്നുള്ളത് കൊണ്ട് എതിർത്തും ഒന്നും പറയും. ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നമ്മളെല്ലാവരിലും ഉണ്ട് ഈ തരത്തിലുള്ള സ്വഭാവങ്ങൾ. നമ്മൾ ഒരു കഥാപാത്രം നേരെ കൊണ്ടുവച്ച് അതിനെ നമ്മുടെ ഫോക്കസിലേക്ക് വരുമ്പോൾ അവൻ്റെ പ്രത്യേകതകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടോ? നമ്മൾക്കുണ്ട് ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും എല്ലാവരിലും ഒരു എബി ഉണ്ട് എന്നാണ് നല്ല രീതിയിൽ റിസർച്ച് നടത്തിയത്.